channel. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ള അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ചെടികൾ മഴക്കാലത്ത് എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മഴക്കാലം ഒരുവിധം മഴ കൊണ്ടിട്ടാണ് ഞാൻ എൻ്റെ ചെടികൾ മാറ്റിയത്. കാരണം അത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മഴക്കാലത്ത് നമ്മൾ ചെടികൾ മാറ്റൽ നിർബന്ധമാണ്. കാരണം എൻ്റെ ചെടികൾ ഒരുപാട് ചെടികൾ ഡാമേജ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഞാനത് മാറ്റി വെക്കാൻ കുറച്ച് വൈകി, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ നമ്മൾ ആ ഒരു മഴക്കാല സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഈ ചെടികൾ ഞാൻ എവിടേക്കാണ് മാറ്റിയത്, എങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നതിലത് പറയാം. അപ്പൊ ഞങ്ങൾ വീടിന്റെ സൈഡിൽ ഒരു ചെറിയ ഷെഡ് കെട്ടിയിട്ടുണ്ട്. അതിന്റെ ചുവട്ടിലോട്ടാണ് ഞങ്ങൾ എല്ലാ ചെടികളും മാറ്റി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെടി ഇങ്ങനെ നിരത്തിയൊരു ഷെഡിന്റെ ചുവട്ടിൽ കൊടുന്ന് വെച്ചിക്കല്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഉടായ്പൊക്കെ കാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെ പറയണേ, കാരണം ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ വെറുതെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. തൽക്കാലം ഈ 2 മാസം മാത്രമേ അപ്പോൾ ഇതിൽ ചെടികൾ നിൽക്കുകയുള്ളൂ. അതിനുള്ള സെറ്റപ്പ് മാത്രമേ ഉള്ളൂ ഇതിനുണ്ടാകുക. അപ്പോൾ ഇത് എങ്ങനെ സെറ്റ് ചെയ്തെന്നല്ലോ കൂടി കാണിക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ചപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ട്. എന്നാൽ ചെടികളൊക്കെ പാടെ കൂട്ടിയിട്ട് ഒരു ഷെഡിലൊന്നായിട്ട് കൊണ്ടുപോയി വെച്ചിരിക്കാൻ വലിയ ഒരു ഇതുണ്ടാവില്ല. നമ്മൾ കാണാൻ വന്ന് കാണുന്നവർക്കൊന്നും അത്ര ബോറായിട്ട് തോന്നാത്ത രീതിയിലാണ് ഞാനിങ്ങനെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് ആദ്യം ഈ ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്തൊന്നില്ലേ കാണിക്കാൻ. എന്നിട്ട് അതിൽ ചെടികളൊക്കെ വെക്കണമൊക്കെ ഒന്ന് കാണിക്കാൻ ഒന്ന് കണ്ടു നോക്കൂ. കോഴിക്കോട് പൊളിച്ചിട്ട് അപ്പം മോള് നിങ്ങളോട് പറഞ്ഞ മാതിരിക്ക് തന്നെ ഞാൻ എൻ്റെ കോഴിക്കോട് പൊളിച്ചിട്ടാണ് കേട്ടോ ഈ ചെടിക്കുള്ള സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം കോഴികളെ വളർത്തിയിരുന്നു, അങ്ങനെ ഒരു ഭ്രാന്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ അടുത്ത് കൂടെ ഒക്കെ നിറച്ചും വീടായതുകൊണ്ട് വിട്ട് വളർത്താൻ പറ്റില്ല. അപ്പോൾ കൂട്ടിലിട്ട് വളർത്തുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു പ്ലാനിങ്ങാണ് ഒഴിവാക്കി. അപ്പോൾ അങ്ങനത്തെ 2 കൂടുണ്ടായിരുന്നു. ഇപ്പോൾ അതിലത്തെ ഒരു കൂട് തീരുമാനമായിട്ടോ. പിന്നെ അതിന് കാല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് മുളക്കഷ്ണമാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പല വലുപ്പത്തിലാക്കിയിട്ട് കട്ട് ചെയ്തുകൊണ്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടേബിളിൻ്റെ മുകളിൽ വെക്കാൻ പലയൊക്കെ കണക്കാക്കിയതിന് ശേഷമാണ് കേട്ടോ ഇത് ചെയ്യണത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റിലാണ് അടുത്തൊന്ന് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അത് ആണി അടിച്ചാൽ മാത്രം പോരാ, ഇതുപോലെ എന്തെങ്കിലും കയറ് വെച്ച് കെട്ടിക്കൊടുക്കണം. കാരണം മുള ആയതുകൊണ്ട് പെട്ടെന്ന് ഊരിപ്പോരും ആണിയൊക്കെ. അപ്പോൾ നമുക്ക് സേഫ്റ്റിയും കൂടി നോക്കണമല്ലോ, കുറച്ചൊക്കെ ഒരു ഉറപ്പ് വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഈ ഓരോ കയറ് വെച്ചിട്ട് ഈ ഓരോ നോഡുകളും കെട്ടിക്കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മളിത് കെട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിത് വെറുതെ ഒരു തൽക്കാലത്തിന് കേട്ടോ, മഴക്കാലം കയ്യോളം മാത്രം വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത്. ഇത് അധികം ഒന്നും നിൽക്കൂല. ചെടിയൊക്കെ തട്ടിക്കൂട്ട് മേശായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അമ്മച്ചിന്റെ കോഴിക്കോടൊക്കെ പൊളിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇവിടെ വലിയ ചെടികളൊക്കെ മാറ്റും. എനിക്ക് ഈ പരിപാടി എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇമ്മച്ചിന്റെ ഹെൽപ്പിന് വിളിച്ചതാണ്. ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ ആകെ മരക്കഷ്ണം കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കി കൂട്ടി വെച്ചിട്ടുണ്ട്. അതിന്റെ ബാക്കി ചെയ്യാൻ ഹെൽപ്പിന് വിളിച്ചതാണ് എന്നെ. അപ്പോൾ മഴക്കാലത്ത് ചെടികൾ മാറ്റി വെക്കാൻ ഈ ഒരു ഷീറ്റ് വലിച്ചിട്ട് അതിൻ്റെ ചോട്ടൊക്കെ നന്നായിട്ട് നിരത്തിന് വെച്ചാൽ പോരെ എന്നൊക്കെ എല്ലാവരും സംശയം ചോദിക്കാം. ഞാനപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ട് തന്നെ ഇരുന്നോട്ട് എഴുതിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പോൾ ഇത് കുറച്ചൊക്കെ റിസ്ക്കാണ്. പിന്നെ ഇതിവിടെ അവിടെ മെറ്റൽ ഒക്കെ ആയതുകൊണ്ട് അവിടെ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കാൻ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കോഴിക്കോട് ഞാൻ തന്നെ ഉണ്ടാക്കിയതായതുകൊണ്ട് ഇത് പൊളിക്കാനൊന്നും വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എവിടുന്നേലൊക്കെ പലകകൾ സംഘടിപ്പിച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ അത്ര വലിയൊരു കട്ടിയും കനമല്ല പലകയൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ഒന്നും കൂടിയാണ്ടൊന്നും അറിയാനുള്ള സാധ്യതയൊന്നുമില്ല. അതുകൊണ്ടാണ് കേട്ടോ ഈ മുളൻ്റെ മുകളിൽ വെക്കുന്നത്. അപ്പോൾ നല്ല വെയിറ്റൊക്കെ ഉള്ള പലകയാണെങ്കിൽ അങ്ങനെയൊന്നും വെക്കാൻ കഴിയില്ല. പിന്നെ അപ്പോൾ അങ്ങനെ അതുപോലെ നമ്മളിത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാ കാലിൻ്റെ അവിടെ ഓരോ ചട്ടികളൊക്കെ വെച്ച് സെറ്റാക്കിക്കാൻ കേട്ടോ. കാരണം മറിഞ്ഞാലോ എന്നൊരു പേടി എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി ഇനി ചെടികളൊക്കെ ഒന്ന് കൊടുന്ന് വെച്ച് നോക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ അത് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുവിധം ഞാൻ മഴയത്തുനിന്ന് ഇന്നത് മാറ്റാന്നല്ലോ ഒന്നും കണക്കാക്കിയിട്ടൊന്നുമില്ല. ഒരുവിധം ചെടികളൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെടികളൊക്കെ ഞാൻ മഴയത്തുനിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഇതെന്താ അറിയോ, ഇതിൻ്റെ ഇങ്ങനെ ഓരോ തട്ടിൽ കണ്ടോ, ഈ ഒരു ഇലൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വെള്ളം നിന്ന് കഴിഞ്ഞാൽ അതിൽ മൊസ്കിറ്റോ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ചെടികളൊക്കെ അതിൽപ്പെട്ട ചെടികൾ തന്നെയാണ് കേട്ടോ. ഈ ചെടികളൊക്കെ അതുപോലെ ആ ഒരു വെള്ളം നിൽക്കുന്ന ഒരു കണ്ടീഷനിലെ ചെടികളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ അവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതാ കണ്ടില്ലേ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടേബിളാണിത്. അപ്പോൾ ഈ ടേബിളിലാണ് ബാക്കിയുള്ള കുറച്ച് ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചെടികളൊക്കെ കണ്ടോ മഴയത്ത് നിന്ന് അതിൻ്റെ ഒരു ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വെള്ളമൊക്കെ ചാടിയിട്ട് കണ്ടോ അങ്ങനെ ആകെ കീറി മുറിഞ്ഞ് ലീഫൊക്കെ ഇങ്ങനെ ഇതായി വന്നിട്ടുണ്ട്. പിന്നെ അടീനിയങ്ങൾ ഓൾറെഡി ഞാൻ ഇങ്ങോട്ട് കൊടുന്ന് വെച്ചു. അത് സിറ്റ് ഔട്ടിൻ്റെ ആ ഒരു ഇതിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല വെള്ളം വരും, സിറ്റ് ഔട്ടിലേക്ക് വെള്ളം അടിച്ച് കയറലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുന്ന് അതും മാറ്റേണ്ടി വന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടികളിലൊക്കെയാണ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ അത്ര വലിയ സേഫ്റ്റി ഒന്നും അല്ല, എന്നാലും അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ഈ തട്ടിലൊക്കെ ഓരോ ചെടികൾ, ബാക്കി എല്ലാ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ചെടികളൊക്കെ ഡാമേജ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടു. ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ.
അപ്പോൾ ഇതൊക്കെ ഉണ്ട്, അതിൻ്റെ ലീഫുകളൊക്കെ മഞ്ഞളിച്ച് ആകെ അതിൻ്റെ ഭംഗിയൊക്കെ പോയി, കുറേ ഇലകളൊക്കെ കൊഴിഞ്ഞ് പോയി, അതിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അവിടുന്ന് മഴയത്തുനിന്ന് എടുത്ത് മാറ്റി. പിന്നെ ഈ വിഗോണിയാസിനൊന്നും അധികം വെള്ളം നിൽക്കാൻ പറ്റില്ല, ഒക്കെ ചീഞ്ഞു പോണ ചെടികളാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതുപോലെ മാറ്റേണ്ടി വന്നതാണ്. പിന്നെ അതെല്ലാതും എല്ലാ ചെടികളും അവിടെ നിന്ന് മാറ്റി ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ ഇപ്പോൾ ഞാൻ ആ കുറച്ച് ചെടികളെ സെറ്റ് ചെയ്തിട്ടുള്ളൂ മുറ്റത്ത്, ബാക്കിയൊക്കെ ഈ ഒരു ഷെഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ മഴ പെയ്താലും വലിയ 2 സൈഡിൽ നിന്ന് കുറച്ചൊക്കെ വെള്ളം വരും, എന്നാലും അത്ര കൂറ്റൊന്നും വരില്ല. കണ്ടോ ഇവിടെ 2 കുടുക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ, അതിനൊന്നും നട്ടിട്ടില്ല, നട്ട് കൊടുക്കണം ഇൻഷാ അല്ലാ. അപ്പോൾ ഇതാ ഇവിടെ കണ്ടോ, ഈ ചെടി കണ്ടോ, ഇതൊക്കെ മഴ ചെയ്തിട്ട് ചീഞ്ഞു പോകാൻ തുടങ്ങിയതാണ്. അപ്പോൾ നല്ല ഭംഗിയിൽ പൂക്കൾ ഉണ്ടാകാനാണിത്. പിങ്ക് കളറിൽ പൂ വിരിയുന്ന ഒരു ചെടിയാണ് മെക്സിക്കൻ പെറ്റൂണിയ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുള്ള ചെടികൾ. കണ്ടോ എല്ലാത്തിനും മഞ്ഞളിപ്പൊക്കെ വന്നിട്ടുണ്ട്, ചെടികളൊക്കെ അതിൻ്റെ ആ ഭംഗി നഷ്ടപ്പെട്ടിട്ടുണ്ട് മഴയത്ത് നിന്നിട്ട്. അപ്പോൾ അങ്ങനെ ചെടികളൊക്കെ ഒരുവിധം ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മഴക്കാലത്തിലെ ഒരു മെയിൻ പ്രശ്നമാണ് പുഴുക്കൾ വല്ലാതെ ഉണ്ടാവും. ഞങ്ങളിവിടെ ഓമന പുഴു എന്നൊക്കെ പറയുന്ന ആ ഒരു പുഴു ഉണ്ടല്ലോ, അത് ഭയങ്കര അപാരമാണ് അതിൻ്റെ ശല്യം. അപ്പം ഞാനതിന് പിന്നെ ഓർഗാനിക്കായിട്ടുള്ളതൊക്കെ നമ്മൾ പരീക്ഷിച്ചു, വേപ്പിൻ്റെ ഇല വെച്ചുകൊണ്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു, പക്ഷെ അതായിട്ടൊന്നും അതിനൊരു മാറ്റമൊന്നുമില്ല. അപ്പോൾ സത്യത്തിൽ നമ്മൾ ഈ ഓർഗാനിക് മാത്രം ശ്രമിച്ചാൽ നമ്മളെ ചെടികൾ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ടെർമിനേറ്ററാണ് ഉപയോഗിച്ചത്. അപ്പം ഉണ്ടായത് സ്റ്റാർ ഗ്രാസിൻ്റെ ഫെയ്ഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ കാണിച്ചിട്ടുണ്ട്, അതിൽ ചെതൽ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണിത്. അപ്പോൾ ഇത് 5 മില്ലി എടുക്കുക, ഇതിൻ്റെ അടപ്പിലുണ്ടാവും അതിൻ്റെ അളവുകൾ. അത് 1 ലിറ്റർ വെള്ളത്തിൽ കൊഴിച്ചിട്ട് നല്ലപോലെ ഡയല്യൂട്ട് ചെയ്തിട്ട് അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നല്ല ഡീപ്പായിട്ട് സ്പ്രേ ചെയ്യരുത്, നല്ല നൈസായിട്ടുള്ള സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നല്ല മാറ്റമുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ പുഴകളൊക്കെ പോയി, ഇപ്പോൾ ചെടികൾക്കൊന്നും ഡാമേജ് വരുന്നില്ല. അപ്പോൾ ഇത് നല്ലപോലെ ഫലിക്കുന്നുണ്ട്. ഉറുമ്പുകളെ ശല്യം അതൊന്നും ഉണ്ടാവില്ല, ഉറുമ്പുകളൊക്കെ പോയി കിട്ടും, ആ ശല്യം ഒഴിവായി കിട്ടും. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ ഞാൻ വെച്ചിട്ടുള്ള ചെടികളാണ് കേട്ടോ അത്. അരേലിയാണ് ഞാനിവിടെ ഫ്രണ്ടിലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ആ ഒരു വെർട്ടിക്കൽ ഗാർഡനും അതൊക്കെ അവിടെ തന്നെ ഉണ്ട്, അതൊന്നും മാറ്റിയിട്ടില്ല. പിന്നെ ആ ബാക്കിൽ കൊടുത്തിട്ടുള്ള ചട്ടികളും അതൊക്കെ അവിടെ തന്നെ ഉണ്ട്. തെച്ചി, പിന്നെ അതേപോലെ റോസ, അങ്ങനെ എല്ലാം ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെടികളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ബാക്കിയേ ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ടുള്ളൂ. അത്യാവശ്യം മഴ കൊണ്ടാൽ കേട് വരുന്ന ചെടികളാണ് സെലക്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. പിന്നെ അത് ഇവിടെ ഫ്രണ്ടിൽ ഇറയത്ത് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ചൊക്കെ മഴ കൊള്ളും, അതായത് വെള്ളം തെറിച്ചാണ്ട് വരും, പക്ഷെ എന്നാലും അത് പ്രശ്നമൊന്നുമില്ല. അത് ഇവിടെ വെച്ചിട്ടുള്ള റോസാ ചെടികളും ഇതൊക്കെയാണ് മഴ കൊള്ളാൻ പറ്റിയ ചെടികൾ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളെ ചെടികൾ മഴക്കാലത്ത് ഇങ്ങനെയൊക്കെയാണ് സംരക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മഴക്കാല സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്ന് പറഞ്ഞ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഞങ്ങളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ടും ചെയ്യുക. ഇനി നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.